إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ 6 വിശ്വാസ അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്നാണ് അന്ത്യനാളിലുള്ള വിശ്വാസം എന്നുള്ളത്. അന്ത്യനാൾ സംഭവിക്കും എന്നത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തത്തോട് അതല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാറുള്ള, ചോദിക്കാറുള്ള കാര്യമാണ് എപ്പോഴായിരിക്കും ഖിയാമത്ത് സംഭവിക്കുക. എപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുക എന്നത് ആളുകൾ ചോദിക്കുന്നതിൽ അവർ 2 തരക്കാരാണ്. അല്ലാഹു സൂറത്തു ശൂറയിൽ പറയുന്നു, വമാ യുദ്രീക ലഅല്ല അസ്സാഅത ഖരീബ്. അസ്സാഅ അഥവാ ഖിയാമത്ത് നാൾ അതടുത്തു തന്നെയാണ്, അതടുത്തു തന്നെ സംഭവിക്കും എന്നത് നിനക്കെന്തറിയാം? അഥവാ ഒരാൾക്കും അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നതറിയുകയില്ല. യസ്തഅജിലു ബിഹാ അല്ലദീന ലാ യുഅ്മിനൂന ബിഹാ. എന്നാൽ ഒരു വിഭാഗം ആളുകളതാ ആ ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അവരതാ അന്ത്യനാളിനെ കുറിച്ച് തിരക്കുകൂട്ടുന്നു. എപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുക? അങ്ങനെ ഒരു ഖിയാമത്ത് നാൾ ഉണ്ടെങ്കിൽ അത് സംഭവിച്ചു കാണട്ടെ എന്ന രൂപത്തിൽ ധിക്കാരത്തിൻ്റെ, നിഷേധത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ഖിയാമത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സംഭവിച്ചു കാണട്ടെ, അതിനുവേണ്ടി തിടുക്കം കൂട്ടുന്ന ആളുകളുണ്ട്. ലാ യുഅ്മിനൂന ബിഹാ, അവരതിൽ വിശ്വാസമില്ലാത്തവരാണ്. അവരാണ് ഒരു വിഭാഗം. അല്ലാഹു പറയുന്നു, വല്ലദീന ആമനൂ, എന്നാൽ അതിൽ വിശ്വാസമുള്ളവർ, ഈമാനുള്ളവർ, മുശ്ഫിഖൂന മിൻഹാ, ആ ഖിയാമത്ത് നാളിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ച് വിറക്കുന്നവരാണ്. വയഅലമൂന അന്നഹൽ ഹഖ്, അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അവർക്കറിയാം ആ ഖിയാമത്ത് ഹഖാണ്, അത് സത്യമാണ്, അത് സംഭവിക്കും. അലാ, അല്ലാഹു പറയുന്നു, അറിയുക, ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅതി ലഫീ ളലാലിൻ ബഈദ്. ഈ ഖിയാമത്ത് നാളിന്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിക്കുന്ന ആളുകൾ അവർ ബഹുദൂരം പിഴച്ചുപോയവരാണ്.
സഹോദരങ്ങളെ, ആളുകൾ പൊതുവെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അള്ളാഹുവിലോ അവന്റെ ദീനിലോ അള്ളാഹു അയച്ച പ്രവാചകനിലോ അവന്റെ കിതാബിലോ വിശ്വാസമില്ലാത്ത ആളുകൾ അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, ഖിയാമത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ, പരലോകത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അവർ ചോദിക്കും, അങ്ങനെ ഒരു ഖിയാമത്തുണ്ടെങ്കിൽ അത് കാണട്ടെ, അതെപ്പോഴാണ് സംഭവിക്കുക, ആ ഖിയാമത്തൊന്ന് സംഭവിച്ചു കാണട്ടെ. അവർ തിരക്ക് കൂട്ടുകയാണ്. വാസ്തവത്തിൽ അവർക്കറിയില്ല ഖിയാമത്തിന്റെ ഭയാനകതയും ആ ഖിയാമത്ത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളും അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണത്. എന്നാൽ വിശ്വാസികൾ, അള്ളാഹുവിലും അവന്റെ ദീനിലും അന്ത്യനാളിലുമൊക്കെ വിശ്വാസമുള്ള യഥാർത്ഥ മുഅ്മിനുകൾ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ, മുശ്ഫിഖൂന മിൻഹ, ആ ഖിയാമത്തിനെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടുന്നവരാണവർ, അവർ പേടിച്ച് ജീവിക്കുന്നവരാണവർ. കാരണം അന്ത്യനാൾ എന്നത് നിസ്സാരമായ കാര്യമല്ല, ആ അന്ത്യനാൾ സംഭവിക്കുക എന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് പേടിയും ഭയപ്പാടും ഉണ്ടായിരിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും എപ്പോഴാണ് ഖിയാമത്ത് എന്ന ചോദ്യവും അതിനുള്ള ധാരാളം ഉത്തരവും നമുക്ക് കാണാം. അള്ളാഹുവിന്റെ കിതാബിലത് സൂറത്തുൽ അഅറാഫിൽ അള്ളാഹു പറയുന്നു, യസ്അലൂനക അനിസ്സാഅ, നബിയെ താങ്കളോട് അവർ ഖിയാമത്തിനെ കുറിച്ച്, അന്ത്യനാളിനെ കുറിച്ച് ചോദിക്കുന്നു. അയ്യാന മുർസാഹ, ആ ഖിയാമത്ത് എപ്പോഴാണ് സംഭവിക്കുക? ഖുൽ നബിയെ പറയുക, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, ആ ഖിയാമത്ത് നാളിന്റെ, അത് സംഭവിക്കുന്ന കൃത്യമായ ഒരു ദിവസം, ആ തീയതി അതെന്റെ റബ്ബിന്റെ മാത്രം അറിവിൽപ്പെട്ട കാര്യമാണ്. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാഹു, അതിന്റെ സമയമായാൽ അല്ലാഹു അല്ലാതെ അതിനെ വെളിപ്പെടുത്തുകയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന്റെ സമയമായാൽ അത് വെളിപ്പെടുത്തും, അതല്ലാതെ ഒരാൾക്കും അറിയുകയില്ല എന്ന് നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാ മറ്റൊരു സൂറത്തിൽ, സൂറത്തു നാസിആത്തിൽ അല്ലാഹു പറയുന്നു, യസ്അലൂനക അനിസ്സാഅ, ഓ നബിയെ അവർ താങ്കളോട് ഖിയാമത്തിനെ കുറിച്ച് ചോദിക്കും. അയ്യാന മുർസാഹ, അതെപ്പോഴാണ് സംഭവിക്കുക? ഫീമ അൻത മിൻ ദിക്റാഹ, അല്ലാഹു പറയുന്നു, ഫീമ അൻത മിൻ ദിക്റാഹ, അതിനെക്കുറിച്ച് നബിയെ താങ്കൾക്ക് എന്തറിയാം? താങ്കൾക്കൊന്നും അറിയില്ല. ഇലാ റബ്ബിക മുൻതഹാഹ, ആ ഖിയാമത്തിന്റെ അറിവ്, അതിന്റെ അവസാനം അത് നിന്റെ റബ്ബിങ്കലാണ്, അല്ലാഹുവിനാണ് അതറിയുക. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ, നബിയെ അതിനെക്കുറിച്ച് ഭയപ്പെടുന്ന ആളുകൾക്ക് കേവലം ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് താങ്കൾ. താങ്കൾക്ക് അതിനപ്പുറത്തേക്കൊന്നും അറിയുകയില്ല. അതാ അല്ലാഹു സൂറത്തുൽ അഹ്സാബിലൂടെ അറിയിക്കുന്നു, യസ്അലുക അന്നാസു അനിസ്സാഅ, നബിയെ ജനങ്ങൾ താങ്കളോട് എപ്പോഴാണ് ഖിയാമത്ത് എന്ന് ചോദിക്കും. ഖുൽ പറയുക, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, ആ ഖിയാമത്തിനെ കുറിച്ചുള്ള അറിവ് അല്ലാഹുവിന്റെ അടുക്കലാകുന്നു. അതാ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാകുന്നു ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള അറിവ്. അഥവാ ഇത് അല്ലാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഒരാൾക്കും അതെപ്പോഴാണ് സംഭവിക്കുക എന്നറിയില്ല. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ജനങ്ങൾ ചോദിക്കും. ചോദിച്ചാൽ നബിയെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്ന് അല്ലാഹു പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, ഖിയാമത്തിനെ കുറിച്ച് നമ്മുടെ ചോദ്യം അവശേഷിക്കുകയാണ്. എപ്പോഴാണ് സംഭവിക്കുക എന്ന തിടുക്കവും ആകാംക്ഷയും അതിനെക്കുറിച്ച് അറിയാനുള്ള താല്പര്യവും നമുക്കുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ അരികിലാണ് അതിന്റെ അറിവ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് ഒരിക്കൽ ഒരു അഅറാബി കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? ഈ ഹദീസ് റിവായത്ത് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫമളാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംസാരം തുടരുകയുണ്ടായി. അവിടുന്ന് കേട്ട ഭാവം നടിച്ചില്ല. ഫഖാല ബഅ്ദുൽ ഖൗം, ചില സഹാബികൾ പറഞ്ഞു, സമിഅ മാ ഖാല ഫകരിഹ മാ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിച്ചത് കേട്ടിട്ടുണ്ട്,
പക്ഷെ അദ്ദേഹത്തിന്റെ ചോദ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. വേറെ ചില ആളുകൾ പറഞ്ഞു ബൽ ലം യസ്മഅ, അല്ല നബി കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഹത്താ ഇദാ ഖളാ ഹദീസഹു ഖാല ഐന അസ്സായിലു അനിസ്സാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം പൂർത്തീകരിച്ചപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിച്ച വ്യക്തി എവിടെ? ഖാല, ആ വ്യക്തി പറഞ്ഞു, ഹാ അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇതാ ഞാൻ ഇവിടെയുണ്ട്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഫഇദാ ദുയ്യിഅത്തിൽ അമാനതു ഫൻതദിരിസ് സാഅ. വിശ്വസ്തത പാഴാക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫൻതദിരിസ് സാഅ, നീ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. ഖാല, അദ്ദേഹം ചോദിച്ചു, കൈഫ ഇളാഅതുഹാ, നബിയെ എങ്ങനെയാണ് വിശ്വസ്തത പാഴാക്കിക്കളയൽ, എങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടു പോകൽ? ഖാല, അവിടുന്ന് പറഞ്ഞു, ഇദാ വുസിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതദിരിസ് സാഅ. ഒരു കാര്യം, അധികാരം, അത് അതിൻ്റേതല്ലാത്ത, അർഹതപ്പെടാത്ത ആളുകളിലേക്ക് ചേർക്കപ്പെട്ടാൽ, അഥവാ അർഹരല്ലാത്ത ആളുകൾ നേതാക്കന്മാരാവുന്നത് കണ്ടാൽ ഫൻതദിരിസ് സാഅ, നീ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. സഹോദരങ്ങളെ, എപ്പോഴാണ് ഖിയാമത്ത് എന്നത് നമുക്കറിയില്ല, അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയില്ല. പക്ഷേ ഇവിടെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന് മുന്നോടിയായി സംഭവിക്കാനുള്ള ചില അടയാളങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എപ്പോഴാണത് സംഭവിക്കുക എന്ന് കൃത്യമായൊരു തീയതിയോ വർഷമോ മാസമോ നമുക്കറിയില്ല. പക്ഷെ അതിന് മുന്നോടിയായി ചില അടയാളങ്ങൾ സംഭവിക്കും. അതിലൊന്നാണിത്. ധാരാളം അടയാളങ്ങൾ, ചെറുതും വലുതുമായ അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഖിയാമത്ത് അടുത്തിരിക്കുന്നു, ഖിയാമത്ത് സംഭവിക്കും എന്നതിനുള്ള തെളിവാണ്. പ്രിയമുള്ളവരെ, ഈ ഹദീസിൽ വായിച്ച കാര്യം അതെപ്പോഴേ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അർഹതയില്ലാത്തവർ, അധികാരത്തിന് യോഗ്യരല്ലാത്തവർ, നേതൃസ്ഥാനത്തും അധികാരത്തിലും നേതാക്കന്മാരായും വാഴുന്നത് നമുക്ക് കാണാം എല്ലാ മേഖലകളിലും. ഖിയാമത്ത് അടുത്തിരിക്കുന്നു, ഖിയാമത്തിനെ പ്രതീക്ഷിക്കാനായിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് ഖിയാമത്തിന്റെ അടയാളങ്ങളുണ്ട്. ആ ഖിയാമത്തിന്റെ അടയാളങ്ങളിലൂടെ പ്രിയമുള്ളവരെ, അതടുത്തിരിക്കുന്നു, അത് വിദൂരത്തല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇനി അടുത്ത ചോദ്യം എന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ അഅദത്ത ലഹാ, ആ ഖിയാമത്തിനു വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നീ എന്തൊരു മുന്നൊരുക്കമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? പ്രിയമുള്ളവരെ, ഖിയാമത്ത് എപ്പോഴാണെന്ന് ചോദിക്കാറുണ്ട്. ആ ഖിയാമത്തിന്റെ അടയാളങ്ങൾ നമ്മൾ കാണാറുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള ചോദ്യം, വമാ അഅദത്ത ലഹാ, എന്താണ് ആ ഖിയാമത്തിനു വേണ്ടി മുന്നൊരുക്കം നടത്തിയിട്ടുള്ളത്? എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? എന്താണ് അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ പറയാനുള്ളത്? ആ വന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹുബ്ബുല്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഹുബ്ബ്, സ്നേഹം, അതല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല. പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി ഇത് പറയാൻ നമുക്ക് സാധിക്കുമോ? എന്താണ് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, സ്നേഹമെന്ന് പറഞ്ഞാൽ? കേവലം നാവ് കൊണ്ട് പറയൽ മാത്രമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്നാൽ നാവ് കൊണ്ട് പറയൽ മാത്രമാണോ? ഇത് രണ്ടുമാണ് എന്റെ കയ്യിലുള്ളത് എന്ന് നമ്മിൽ എത്ര പേർക്ക് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നീ അവരോടൊപ്പമായിരിക്കും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ കാണാം, ഫഇന്ന الساعة كالحامل المتم, തീർച്ചയായും അന്ത്യനാൾ, ഖിയാമത്ത് നാൾ എന്നത് പൂർണ്ണ ഗർഭിണിയെ പോലെയാണ്. എന്താണ് പൂർണ്ണ ഗർഭിണിയുടെ അവസ്ഥ? അല്ലദീ ലാ യദ്രി അഹ്ലുഹാ മതാ തഫ്ജഉഹും ബിവിലാദതിഹാ ലൈലൻ ഔ നഹാറാ, എപ്പോഴാണ്, രാത്രിയിലാണോ പകലിലാണോ അവർ പ്രസവിക്കുക
എന്നത് അവരുടെ കുടുംബത്തിന് അറിയാത്തതുപോലെ അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണ് ഖിയാമത്ത് നാൾ. പൊടുന്നനെ അത് സംഭവിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞതുപോലെ അസ്സാഅ ആതിയതുൻ ലാ റൈബ ഫീഹാ, ഖിയാമത്ത് നാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അതടുത്തിരിക്കുന്നു, അത് വിദൂരത്തല്ല. അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്നത് ഖിയാമത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞിട്ട് 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നു. ആരാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? എത്ര കാലമുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? പ്രിയമുള്ളവരെ, ഖിയാമത്ത് അടുത്തിരിക്കുന്നു. അതാ മഹാനായ സഹാബി അൽ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നകും തഖൂലൂന അൽ ഖിയാമ, ഖിയാമത്ത് നാൾ അതെപ്പോഴാണ്, അതെങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്നാൽ ഫഇന്ന മൻ മാത മിൻകും ഖാമത് ഖിയാമതുഹു, നിങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തോടെ അവന്റെ ഖിയാമത്ത് സംഭവിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, വലിയ ഖിയാമത്ത് വരാനിരിക്കുന്നതിന് മുന്നേ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ഓരോരുത്തരുടെയും ഖിയാമത്ത് ഇതാ ഈ ശ്വാസം അത് നിലക്കലോടുകൂടി സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, തീർച്ചയായും ഖബർ എന്നത് പരലോകത്തേക്കുള്ള യാത്രയിൽ ഒരാളുടെ ആദ്യത്തെ ഭവനമാണ്. ഒരാൾക്ക് ആദ്യമായി പരലോകത്തേക്കുള്ള യാത്രയിൽ ആദ്യമായി ഇറങ്ങാനുള്ള സ്ഥലമാണ് ഖബർ. സഹോദരങ്ങളെ, അതോടുകൂടി ഖിയാമത്ത് സംഭവിച്ചു. ഒരാൾ മരിക്കലോടുകൂടി അയാളുടെ ഖിയാമത്ത് സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ടത്. എന്താണ് ആ ചോദ്യം? വമാ അഅദത ലഹാ, എന്താണ് നീ ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്തൊരു മുന്നൊരുക്കമാണ് നീ നടത്തിയിട്ടുള്ളത്? സഹോദരങ്ങളെ, വലിയ ഖിയാമത്തിന് കാത്തിരിക്കുന്നതിന് മുന്നേ നമ്മുടെ മരണത്തോടെ സംഭവിക്കുന്ന ആ ഖിയാമത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ആ ചോദ്യം നമ്മുടെ കാതുകളിൽ അടിക്കേണ്ടതാണ്. എന്തൊരു മുന്നൊരുക്കമാണ് എൻ്റെ കയ്യിലുള്ളത്, എന്തൊരു മുന്നൊരുക്കമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ അതെപ്പോഴാണ് എന്നത് അതിന്റെ കൃത്യമായ തീയതി നമ്മിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ അത് സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമുക്കറിയില്ല എപ്പോഴാണ് നമ്മുടെ ഖിയാമത്ത് സംഭവിക്കുക. എത്ര ആളുകളുണ്ട് ഇതാ ഇപ്പോൾ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു, ഭക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞു. പക്ഷെ ആ ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖ് അവർക്ക് കിട്ടിയില്ല. സ്വന്തമായി ധരിച്ച വസ്ത്രം, സ്വന്തമായി കൈകൾ കൊണ്ട് ഇട്ട കുടുക്കുകൾ, അത് അഴിക്കുന്നത് ഒരുപക്ഷെ മയ്യിത്തിനെ കുളിപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം. നമ്മൾ എന്നെ തയ്ച്ചോളണമെന്നില്ല, നമ്മൾ എന്നെ ഈ വസ്ത്രം ഊരിയെടുക്കും എന്ന് പ്രിയമുള്ളവരെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നേരം പുലർന്നാൽ നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്, വൈകുന്നേരമായാൽ പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കരുത്. നമ്മളൊക്കെ നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള പ്രതീക്ഷകളുമായി ജീവിക്കുന്നവരാണ്, വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ള പ്ലാനിങ്ങുമായി ജീവിക്കുന്നവരാണ് നമ്മൾ. ഒരു 10 വർഷം കഴിഞ്ഞാൽ എങ്ങനെ എന്നതുപോലും പ്രിയമുള്ളവരെ ഇപ്പോൾ കണക്ക് കൂട്ടുന്നവരാണ് ഞാനും നിങ്ങളും. സഹോദരങ്ങളെ, അതുകൊണ്ട് കാര്യം നിസ്സാരമല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അനേകം സ്ഥലങ്ങളിൽ എപ്പോഴാണ് ഖിയാമത്ത് എന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും നമുക്കറിയിച്ചു തന്നത് പ്രിയമുള്ളവരെ വെറുതെയല്ല, അതിനുവേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ്. എപ്പോഴാണ് ഖിയാമത്ത് എന്ന ചോദ്യം അത് വെറുതെ അവശേഷിക്കുന്ന ഒരു ചോദ്യമല്ല. ആ ചോദ്യത്തിന് മുന്നൊരുക്കങ്ങൾ നടത്താനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതിലായി ജീവിക്കുവാനും അങ്ങനെ ഈമാനോടുകൂടി മരിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ
فاستغفروه يغفر لكم إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ദുനിയാവ് എന്നത് പരലോകത്തേക്കുള്ള നടപ്പാലമാണ്. ഈ ലോകം ഒരിക്കലും ശാശ്വതമായ ഒരു ഭവനമല്ല. കുറച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ഖിയാമത്തിലേക്കാണ്. ഒന്നല്ലെങ്കിൽ ഈ ലോകം മുഴുവനും അവസാനിക്കുന്ന വലിയ ഖിയാമത്ത്, അതല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഖിയാമത്ത് അഥവാ മരണം, അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവെന്നത് അമലുകൾ ചെയ്യാനുള്ള കേന്ദ്രമാണ്. ആഖിറം, പരലോകം, അതാണ് അതിൻ്റെ പ്രതിഫലം കൊയ്തെടുക്കാനുള്ള സ്ഥലം. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖുതുബയിൽ പറഞ്ഞ പ്രസിദ്ധമായ വാക്കുകൾ ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ, ദുനിയാവ് അത് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വർതഹലത്തിൽ ആഖിറതു മുഖ്ബില, പരലോകം അത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, അവ രണ്ടിനും സന്താനങ്ങളുണ്ട്. അഥവാ ദുനിയാവിനു വേണ്ടി ജീവിക്കുന്ന, അതിൻ്റെ മക്കളായി ജീവിക്കുന്ന ആളുകളുണ്ട്. പരലോകത്തിനു വേണ്ടി അത് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുമുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, ജനങ്ങളെ നിങ്ങൾ ആഖിറത്തിന്റെ സന്താനങ്ങളായി തീരുക. അഥവാ ആഖിറത്തിനു വേണ്ടി, പരലോകത്തിനു വേണ്ടി ജീവിക്കുന്നവരായി തീരുക. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ സന്താനങ്ങളായി പോകരുത്, ദുനിയാവിന്റെ മക്കളായി പോകരുത്. കാരണം ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന ദിവസം, ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവിലെ ഈ ജീവിതം, ഇന്ന് അമലുണ്ട്, പ്രവർത്തിക്കാം. വലാ ഹിസാബ്, ഇന്ന് വിചാരണയില്ല. ഇന്ന് പ്രവർത്തിക്കാനുള്ള സമയം മാത്രമാണ്, വിചാരണ ദുനിയാവിലില്ല. വഗദൻ, എന്നാൽ നാളെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും മരണാനന്തരം, അഥവാ ഖിയാമത്ത് നാൾ സംഭവിച്ചതിന് ശേഷം, ഹിസാബുൻ വലാ അമൽ, ഹിസാബ് മാത്രമേ ഉള്ളൂ, വിചാരണ മാത്രമേ ഉള്ളൂ, അമലില്ല. അന്ന് പ്രവർത്തിച്ചു കൊള്ളാം, ഒന്ന് മടക്കി അയക്കണേ, ഒന്ന് തിരിച്ചയക്കണേ എന്ന് പറഞ്ഞു നോക്കും, പക്ഷെ ഇല്ല. വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ ഹിസാബ് മാത്രമാണ്, അമലില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മുടെ ജീവിതം അവസാനിക്കാനുള്ള ജീവിതമാണ്. പ്രത്യേകിച്ച് അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന AI-യുടെ കാലഘട്ടമായ ഈ കാലഘട്ടത്തിൽ പരലോകം മറന്നുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ പരലോകം എന്തായാലും സംഭവിക്കും. ദുനിയാവ് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആഖിറം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മറവിയുടെ, അജ്ഞതയുടെ, അശ്രദ്ധയുടെ തിക്തഫലം അനുഭവിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമയം നഷ്ടപ്പെടുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ചോദ്യം, ആ ചോദ്യം അത് നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ടതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ഖിയാമത്ത് സംഭവിക്കും, അതെപ്പോഴാണ് എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് വമാ അഅദത ലഹാ, എന്തൊരു മുന്നൊരുക്കമാണ് മനുഷ്യ നീ ഒരുക്കി വെച്ചിട്ടുള്ളത്, അതാണ് ചോദ്യം, അതാണ് വിഷയം. അതുകൊണ്ട് സഹോദരങ്ങളെ, ബുദ്ധിമാൻ, അൽ കയ്യിസ് എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ഓരോരുത്തരും തങ്ങളുടെ സ്വന്തത്തെ വിചാരണ ചെയ്യുകയും സൂക്ഷ്മമായ ആത്മപരിശോധന നടത്തുകയും മരണാനന്തരം ഉള്ള ജീവിതത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. അവനാണ് അൽ കയ്യിസ്, ബുദ്ധിമാൻ. വൽ ആജിസ്, എന്നാൽ ദുർബലൻ, അശക്തൻ, വിഡ്ഢിയായി പോയവൻ, മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹിൽ അമാനി,
തന്റെ എല്ലാ ദേഹേച്ഛകൾക്കും പിന്നാലെ പിന്തുടർന്ന് സകല ദേഹേച്ഛകളിലും ചെന്ന് വീണ് എന്നിട്ട് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ. അത്തരത്തിലുള്ള ഭാഗ്യം കെട്ടുപോയ ആളുകളിൽ ഉൾപ്പെടാതെ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പ്രിയമുള്ളവരെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. ഇസ്ലാമിലായി ഈമാനിലായി മരണപ്പെടാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് ശിഫാ നൽകുമാറാവട്ടെ. ആശ്വാസവും തുറവിയും സമാധാനവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.